ഒറ്റൊരു യൂട്യൂബ് വീഡിയോ കൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്തെടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ലക്ഷം രൂപയുടെ അടുത്താണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി. ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്കും അവൻ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് പറയുന്ന ഒരു വീഡിയോ തപ്പിയെടുക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ലിങ്കും ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരൊറ്റൊരു യൂട്യൂബ് വീഡിയോ കൊണ്ട് ഇത്ര വലിയ റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവന് റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഒരു പ്രൊഡക്റ്റോ മൊബൈൽ ഫോണോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുകയാണ്, അൺബോക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ബേസ് ചെയ്യാം. ആ ഒരു ലിങ്കിൽ കൂടെ ആരെങ്കിലും കയറി ആ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും യൂട്യൂബറിന് ചെറിയൊരു കമ്മീഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ പല ആപ്ലിക്കേഷനും നമുക്ക് ഇതുപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതിൽ മാർക്കറ്റിലേക്ക് വന്നേക്കുന്ന ഒരു പേഴ്സണൽ ലോൺ എങ്ങനെ എടുക്കാം എന്ന് പറയുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ആ ഒരു യൂട്യൂബർ അവിടെ റിവ്യൂ ചെയ്തത്. അതിനുശേഷം പുള്ളിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നല്ല രീതിയിലുള്ള റീച്ചായി ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് ആൾക്കാർ ആ ഒരു വീഡിയോ ഇപ്പൊ നിലവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യും, ആ ഒരു പേഴ്സണൽ ലോൺ എടുക്കാൻ വേണ്ടി ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ പേഴ്സണൽ ലോൺ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു യൂട്യൂബറിന് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ആ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ യൂട്യൂബർ പരിചയപ്പെടുത്താണ് ചെയ്തത്. ഏതാണ് ഈ ഒരു യൂട്യൂബർ എന്ന് നോക്കാം. ഈ ഒരു യൂട്യൂബറായിട്ട് എനിക്ക് പേഴ്സണലി ഒരു കണക്ഷൻ ഉണ്ട്. കാര്യം പുള്ളി എൻ്റെ നിയറസ്റ്റ് അടുത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. പുള്ളി ആദ്യമേ ഒരു മൊബൈൽ ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനൊരു റെഡ്മി ഫോൺ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പുള്ളിയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഏതോ ഇൻഫിനിക്സോ കൂൾപിക്സോ അങ്ങനെ ഏതൊരു മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ പുള്ളിയായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. പിന്നീട് പുള്ളി ആ ഒരു മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ മൊബൈൽ ഷോപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിർത്തിപ്പോയി. പുള്ളിയുടെ പേര് എന്ന് പറയുന്നത് ശ്രീകുമാർ എന്നാണ്. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ശ്രീകുമാർ ടോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് 1 ലക്ഷത്തിന്റെ മേളിലടുത്ത് സബ്സ്ക്രൈബേഴ്സായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതലും ട്രേഡിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹമാണ് ആ ഒരു കിടിലം വീഡിയോ ആ ഒരു മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇത്ര വലിയ റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുത്തത്. ഇപ്പോഴും നിങ്ങളുടെ പലരും സംശയിക്കുന്നുണ്ടാവും ഇത്ര വലിയ റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഏണിങ്സ് ചെന്ന് കഴിഞ്ഞാൽ ടോപ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് എനിക്ക് അറിയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ ഈ പറയുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൽ പറഞ്ഞേക്കുന്ന ഈ ഒരു എമൗണ്ട്, അതായത് 22 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരൊറ്റൊരു ദിവസം എടുത്ത് കയ്യിലേക്ക് കൊടുത്തേക്കുന്ന ഒരു എമൗണ്ട് കാര്യങ്ങളൊന്നും അല്ല. പുള്ളി ഇട്ടതിന് ശേഷം, അതായത് ഇപ്പൊ ഈ ഒരു 2 ലക്ഷത്തിൽ നിൽക്കുന്ന ഈ ഒരു വീഡിയോയുടെ ഈ ഒരു സമയം വരെയും പുള്ളി ഏൺ ചെയ്തെടുത്തേക്കുന്നതാണ്. അതായത് ഓൾറെഡി ഈ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ കയ്യിലിരുന്ന് ചിലപ്പോൾ കത്തിപ്പോയി ഇട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈമിങ്ങിൽ ആ ഒരു ആപ്ലിക്കേഷന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയധികം റവന്യൂ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത്. ഞാൻ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നതെന്ന് പറയുന്നത് ഏകദേശം 1 വർഷത്തിന് മുന്നേ ആയിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ക്യാമറ വെച്ചു ഈ ഒരു ആപ്ലിക്കേഷന്റെ സെയിം റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തു. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസം മുന്നേ വരെ എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിൽ കിടന്ന് ആ ഒരു വീഡിയോ നല്ല രീതിയിൽ റണ്ണായി. അതിൽ നിന്ന് ഇത്രയധികം ഒരു 64,000 രൂപയുടെ അടുത്ത് റവന്യൂ എനിക്കും ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ശ്രീകുമാർ ടോക്സിനും എൻ്റെ വക ചെറിയൊരു താങ്ക്സ് ഉണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും മറ്റുള്ളവരെടുക്കുന്ന ലോണിൽ നിന്നല്ലേ നിങ്ങൾ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മൾ റെഫർ ചെയ്താലും ഇല്ലെങ്കിലും അതിൽ നിന്ന് പിടിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ റെഫർ ചെയ്തു എന്നുള്ള രീതിയിൽ ഇത്ര പെർസെൻറ്റേജ് ഹൈ ആയിട്ടൊന്നും പോകുന്നില്ല. ഇനി റെഫർ ചെയ്യാതെ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിലും സെയിം എമൗണ്ട് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യപ്പെടും.